ഈ ലോക്സഭയിലെ ഏറ്റവും തരംഗമായത് വടകരയിലെ ഷാഫി പറമ്പലിന്റെ സ്ഥാനാർത്ഥിത്വമാണ്. അവിടം തൊട്ട് ഒരു ഉത്സവത്തിന്റെ അന്തരീക്ഷം വടകരയിലും സോഷ്യൽ മീഡിയയിലും ഉണ്ടായിരുന്നു. ഷാഫി പറമ്പിൽ എന്നൊരു പേര് ആദ്യമായി ഞാൻ കേട്ടത് ഉമ്മൻചാണ്ടിയുടെ എ ഗ്രൂപ്പിലൂടെ വളർന്നു വരുന്ന പല യുവ നേതാക്കളിൽ ഒരാളായിട്ടാണ്. പിന്നെ കേട്ടത് നിയമസഭയിലെ കിടിലം പ്രസംഗങ്ങളിലൂടെ. സിനിമയിൽ മാത്രം നമ്മൾ കണ്ടിട്ടുള്ള തീപ്പൊരി ഡയലോഗുകൾ നമുക്ക് നിയമസഭയിൽ നിന്ന് കേൾക്കാൻ തുടങ്ങി. അവിടെ കിടത്തിയിരിക്കുന്ന മൃതദേഹത്തിൽ കൈയൊന്ന് ഓടിച്ചപ്പോ മുഖത്തെ പാടുകൾ തൊട്ടിട്ട് എന്റെ മകനല്ല എന്ന കൈപ്പിൻ വലിച്ച പത്മിനി അമ്മയാണ് ഈ വടകരയുടെ ടീച്ചറമ്മ എന്ന് ഒരു ന്യൂ ജനറേഷൻ പൊളിറ്റീഷ്യൻ എങ്ങനെ ആയിരിക്കണം എന്നതിന് മികച്ച ഉദാഹരണമാണ് ഷാഫി പറമ്പിൽ. ഉമ്മൻചാണ്ടിയുടെ മാസ് അപ്പീലും ന്യൂ ജനറേഷൻ പിള്ളേരുടെ വൈബ്സും ചേർന്ന ഒരു പക്ക ന്യൂ ജനറേഷൻ രാഷ്ട്രീയക്കാരനാണ് ഷാഫി പറമ്പിൽ. എനിക്ക് ഓർമ്മ വരുന്നത് കനേഡിയൻ പ്രൈം മിനിസ്റ്ററായ ജസ്റ്റിൻ ട്രൂഡോയാണ്. 2021 അസംബ്ലി ഇലക്ഷനിലെ ഇന്ത്യയുടെ അഭിമാനമായ EM ശ്രീധരനെ അവസാന ലാപ്പിൽ തോൽപ്പിച്ചുകൊണ്ട് BJPയുടെ അക്കൗണ്ട് പൂട്ടി വിജയിക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ. ഞാൻ എന്തുകൊണ്ട് ഷാഫി പറമ്പിൽ വിജയിച്ചു എന്ന് മനസ്സിലാക്കാൻ യൂട്യൂബ് സെർച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഷാഫിക്ക് പാലക്കാടിലെ ജനങ്ങളുമായി ഒരു വൈകാരിക ബന്ധമുണ്ടെന്ന്. അന്നാണ് എനിക്ക് മനസ്സിലായത് ഷാഫി പറമ്പിൽ ഒരു പക്ക ന്യൂജൻ ലീഡറാണെന്ന്. ഇഷ്ടം പറഞ്ഞാൽ കുറേയായി ഇവിടെ വന്ന പിന്നെ സാറിന് ഭയങ്കര ഇഷ്ടമാണ്. കേരള രാഷ്ട്രീയത്തിലെ എക്കാലവും ജനകീയനായ നേതാവ് ആരെന്ന് ചോദിച്ചാൽ ഉമ്മൻചാണ്ടി സാർ എന്ന് തന്നെ പറയേണ്ടി വരും. മൺമറഞ്ഞ ഉമ്മൻചാണ്ടി സാറുമായി കേരള രാഷ്ട്രീയത്തിൽ ആരുമായി കമ്പയർ ചെയ്യാൻ കഴിയില്ല എങ്കിലും ഈ വീഡിയോയിൽ ഷാഫി പറമ്പലിന്റെ എന്ന് പറയുന്ന ഒരുപാട് ഗുണങ്ങൾ ഉമ്മൻചാണ്ടി സാറുമായി സമാനതകൾ കാണാൻ കഴിയും. ഷാഫിയുടെ ഒന്നാമത്തെ ഗുണം എന്തെന്നാൽ ജെന്യൂനിറ്റിയാണ്. ജനങ്ങളുമായി, കുട്ടികളുമായി, സ്ത്രീകളുമായി ഇടപഴകുമ്പോൾ വളരെ ജെന്യൂനായ ഒരു മനുഷ്യബന്ധങ്ങൾ കീപ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായി തോന്നിയിട്ടുണ്ട്. ഷാഫി ജനങ്ങളിൽ നിന്ന് ഒരു എനർജി എടുക്കുന്നതായി തോന്നിയിട്ടുണ്ട്. ഷാഫി ജനങ്ങൾക്ക് സ്നേഹം കൊടുത്തും സ്നേഹവും എനർജിയും തിരിച്ചു സ്വീകരിക്കുന്നതായിട്ടും തോന്നിയിട്ടുണ്ട്. സാധാരണക്കാരുടെ ആവശ്യങ്ങളോട് സഹാനുഭൂതിയും അവരുടെ പ്രശ്നങ്ങൾക്ക് അനുകമ്പയും ഉള്ളത് കൊണ്ടാകണം പാലക്കാട് നിന്ന് വടകരയിലേക്ക് പോയപ്പോൾ വളരെ വൈകാരികമായ യാത്രയയപ്പാണ് നമ്മൾ കണ്ടത്. ഇതിനു മുന്നേ ഇങ്ങനൊരു ബന്ധം കണ്ടിട്ടുള്ളത് സഖാവ് നായനാരിലും ഉമ്മൻചാണ്ടി സാറിലുമാണ്. പാലക്കാട് നിന്ന് പോയത് തന്നെയാണല്ലോ എന്തായാലും. പക്ഷെ ജയിച്ചു വരും. ഇനി നമ്മളെ എപ്പോഴും കാണുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടെങ്കിലും ഇപ്പം എന്തായാലും നമ്മുടെ പോയില്ലൊരു വീട്ടിൽ. ഷാഫിയുടെ രണ്ടാമത്തെ ഗുണം എന്തെന്ന് വെച്ചാൽ യൂത്തുമായിട്ടുള്ള ഒരു കണക്ഷനാണ്. വോട്ടവകാശമില്ലാത്ത കുട്ടികളുമായി രാഷ്ട്രീയക്കാർ പൊതുവെ ജെന്യൂനായി കണക്ട് ആവാറില്ല. പക്ഷേ ഷാഫി പറമ്പിൽ 13 വർഷമായി കുട്ടികളോട് പഞ്ചും തംസപ്പും ഷെയ്ക്ക് ഹാൻഡും കൊടുത്ത് ന്യൂ ജനറേഷൻ പിള്ളേരുമായി ഇമോഷണലി കണക്ട് ആകുന്നത് കാണാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മെഷീൻ ലേണിംഗ് മൂലം പുതിയ തലമുറയ്ക്ക് ഒരുപാട് ജോലികൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നും പുതിയ തലമുറയെ അതിൽ വാർത്തെടുക്കണമെന്ന് ഷാഫി പല യൂട്യൂബ് ഇന്റർവ്യൂസിലും പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഫ്യൂച്ചർ AI ഗ്രോത്തിനെ കുറിച്ചും പുതിയ ജോലി സാധ്യതകളെ കുറിച്ചും ഷാഫിക്ക് ഒരു പൊതുധാരണയുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. യുവാക്കളുടെ അടുത്ത് ചെല്ലുമ്പോൾ യുവാക്കളുടെ ഭാഷയിൽ കൊടുക്കുന്ന പഞ്ച് ഷാഫിയുടെ സ്വാഗായി മാറി. ഷാഫിയുടെ മൂന്നാമത്തെ ഗുണമായി കാണാൻ കഴിയുന്നത് ആദർശ മേലെയുള്ള മനുഷ്യത്വമാണ്. ആരെയും നിരാശപ്പെടുത്താതെ എല്ലാവർക്കും പരിഗണന നൽകുന്ന ജനകീയ നേതാവാണ് ഷാഫി പറമ്പിൽ. ആദർശം മനുഷ്യത്വത്തിന് മുകളിൽ വയ്ക്കാത്ത നേതാവ്. പൊതുവെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ കാണുന്ന പ്രധാന വ്യത്യാസം കോൺഗ്രസ് നേതാക്കൾ ആദർശവാന്മാരാണെങ്കിലും അവർ രാഷ്ട്രീയ എതിരാളികളോട് പോലും പൊതു ഇടത്തിൽ സൗഹൃദ സമീപനം നൽകാറുണ്ട്. രാഷ്ട്രീയ എതിരാളികൾ രാഷ്ട്രീയത്തിൽ മാത്രം. അത് കഴിഞ്ഞാൽ ഒരു പൊതു സമൂഹത്തിൽ ഒന്നിച്ചിരിക്കുന്നതിന് എന്താണ് തടസ്സം? ഷാഫിയുടെ പല ബന്ധങ്ങളും രാഷ്ട്രീയത്തിന് അതീതമാണ്. നമ്മൾ ഉമ്മൻചാണ്ടി സാർ മരണപ്പെട്ട് യാത്ര അയക്കുന്ന സമയത്ത് പലരുടെയും മൊഴികളിൽ അത് കണ്ടതാണ്. ഏത് ആദർശവും മനുഷ്യത്വത്തിനു മേലെ പോകാൻ പാടില്ല. ഷാഫിയുടെ നാലാമത്തെ ഗുണം ഒരു മികച്ച പ്രാസംഗികൻ കൂടിയാണ്. ഒരു മഹത്തായ പ്രസംഗം ഇൻഫർമേറ്റീവും ഇൻസ്പയറിംഗ് ആകുന്നത് പോലെ തന്നെ അത് ജനങ്ങളുടെ മനസ്സിൽ ഇമോഷണലി കണക്ട് ആകുകയും ചെയ്യണം. പുള്ളിയുടെ പ്രസംഗം കേട്ടാൽ ഒരു സുരേഷ് ഗോപിയുടെ സിനിമ കണ്ട ഫീലാണ്. PSC ചെയർമാന്റെ ബക്കറ്റിൽ ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് തൊഴിലെടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ സ്വപ്ന സുരേഷിന് തൊഴിലെടുത്ത് വെച്ച ബക്കറ്റ് പിന്നെ ക്ലിഫ് ഹൗസിലായിരുന്നു. കഴിഞ്ഞ നിയമസഭ പ്രസംഗങ്ങളിൽ ഏറ്റവും മികച്ചത് ഷാഫിയുടെയും സ്വരാജിന്റെയും പ്രസംഗങ്ങൾ തന്നെയാണ്. അതിൽ ഷാഫിയുടെ PSC നിയമനത്തെക്കുറിച്ചും സ്വർണ്ണക്കടത്തിലിനെയും കുറിച്ചുള്ള 2 പ്രസംഗങ്ങൾ നമ്മൾ ഷാജി കൈലാസിന്റെ സിനിമ കണ്ടതുപോലെ തോന്നും. എനിക്ക് ടീച്ചർമാരോട് ആദരവാണ്. അക്ഷരം പറഞ്ഞു തരുന്നവരോട് ആദരവല്ലാതെ മറ്റൊന്നും ഉള്ളിൽ കൊണ്ട് VD സതീശൻ നേതൃത്വം കൊടുക്കുന്ന പ്രതിപക്ഷത്തിന്റെ കീഴിൽ ഷാഫിയുടെ തീപ്പൊരി പ്രസംഗം കേൾക്കാൻ നിയമസഭയിൽ ഇനി കഴിയില്ല എങ്കിലും മഹുവ മൊയ്ത്രേ, സുപ്രിയ സുലെ, മനീഷ് ജ, ശശി തരൂർ, NK പ്രേമചന്ദ്രൻ, സുരേഷ് ഗോപി കൂടാതെ കങ്കന റാവത്തും ഒവൈസിയുമുള്ള പുതിയ പാർലമെന്റിൽ ഷാഫിയുടെ പ്രസംഗം കേൾക്കാൻ പറ്റുമെന്നത് ഒരു ആശ്വാസമാണ്. ഷാഫിയുടെ അഞ്ചാമത്തെ ഗുണം എന്തെന്ന് വെച്ചാൽ വനിതാ വോട്ടേഴ്സിനെ ആകർഷിക്കാനുള്ള കഴിവാണ്. ഒരു മണ്ഡലത്തിലെ 50% വരുന്ന വോട്ടേഴ്സാണ് സ്ത്രീകൾ. എന്തുകൊണ്ട് ഷാഫി പറമ്പിലും സുരേഷ് ഗോപിയും ശശി തരൂരും നയനാരും ഉമ്മൻചാണ്ടിയും അവരെ ആകർഷിക്കാൻ കഴിയുന്നു എന്ന് നോക്കേണ്ടിയിരിക്കുന്നു.
ഈ നേതാക്കൾ സ്ത്രീ വോട്ടർമാരിൽ ഇറങ്ങിച്ചെല്ലുന്നത് ലാലേട്ടൻ വിമൻസ് കോളേജിൽ പോകുന്നത് പോലെ തോന്നുന്നുവെങ്കിൽ അവർ സ്ത്രീകളോട് സംസാരിക്കുന്നത് ആദർശത്തിന്റെയും അവകാശങ്ങളുടെയും ഭാഷയിലല്ല, വെറും സ്നേഹവും സഹാനുഭൂതിയുടെയും ഭാഷയിലാണ്. ഷാഫി പാലക്കാട് നിന്ന് പോന്നപ്പോൾ ഒരുപാട് സ്ത്രീകൾ കണ്ണീരോടുകൂടിയാണ് യാത്ര അയച്ചത്. വടകരയിൽ ഷാഫി ഇറങ്ങിയത് സ്ഥാനാർത്ഥിയായിട്ടല്ലോ, വടകരയുടെ പുതിയാപ്പിളയായിട്ടല്ലേ. കേരളത്തിലെ ഏത് മണ്ഡലത്തിൽ നിന്ന് ജയിക്കാൻ കഴിവുള്ള കെ ശൈലജ ടീച്ചർ തോൽക്കാൻ പ്രധാന കാരണം തന്നെ ഈ സ്ത്രീ വോട്ടർമാർ കൊടുത്ത സ്നേഹമാണ്. സ്ത്രീകളുടെ ഹൃദയത്തിൽ പിടിച്ച സ്ഥാനാർത്ഥിയെ അവരുടെ കുഴപ്പം കൊണ്ടല്ലാതെ താഴെ ഇറക്കാൻ പാടാണ്. സുരേഷ് ഗോപിയുടെ കാര്യത്തിലും അത് തന്നെ സംഭവിച്ചു. ഷാഫിയുടെ ആറാമത്തെ ഗുണം എന്തെന്ന് വെച്ചാൽ ഒരു കരിസ്മാറ്റിക് ലീഡറാണ്. ആദർശം കൊണ്ട് ജനകീയനായ നേതാവാണ് സഖാവ് VS അച്യുതാനന്ദൻ. ദീർഘവീക്ഷണം കൊണ്ടും ഇന്റലക്ട് കൊണ്ടും ജനകീയനായ നേതാവാണ് സഖാവ് EMS. ദീർഘവീക്ഷണം കൊണ്ടും മോഡേണിസം കൊണ്ടും ജനകീയനായ നേതാവാണ് ലീഡർ കരുണാകരൻ. പലർക്കും വിയോജിപ്പുണ്ടെങ്കിലും ദീർഘവീക്ഷണം കൊണ്ടും സ്ട്രാറ്റജി കൊണ്ടും ജനകീയനായ നേതാവാണ് സഖാവ് പിണറായി വിജയൻ. എന്നാൽ കരിസ്മ കൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ ജനകീയനായ അവസാനത്തെ നേതാക്കളാണ് സഖാവ് നയനാരും ഉമ്മൻചാണ്ടി സാറും. സഖാവ് VSഉം സഖാവ് പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ ജനകീയ നേതാക്കളാണെങ്കിലും സഖാവ് നയനാരെ പോലെ കരിസ്മാറ്റിക് ലീഡേഴ്സ് പിന്നെ ഉണ്ടായിട്ടില്ല. കരിസ്മാറ്റിക് ലീഡേഴ്സ് എന്തെന്ന് വെച്ചാൽ ഇന്റലിജന്റ് കോഷ്യന്റും ഇമോഷണൽ കോഷ്യന്റും സോഷ്യൽ കോഷ്യന്റും മൂന്നും അടങ്ങുന്ന അപൂർവം ജനുസിൽപ്പെട്ട ലീഡേഴ്സാണ് കരിസ്മാറ്റിക് ലീഡേഴ്സ്. ഉമ്മൻചാണ്ടി സാറിന്റെ ശൈലിയിൽ പിന്തുടരുന്ന ഒരു കരിസ്മാറ്റിക് പൊളിറ്റീഷ്യനാണ് ഷാഫി പറമ്പിൽ, അച്ചട്ട് പോലെ. ഷാഫി ഉമ്മൻചാണ്ടിയിലെത്താൻ ഒരുപാട് ദൂരം ഇനിയും പോകാനുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ എക്കാലവും ഏറ്റവും ജനകീയനായ നേതാവ് ആരെന്ന് ചോദിച്ചാൽ ഉമ്മൻചാണ്ടി സാറ് എന്ന് തന്നെ പറയേണ്ടി വരും. ഉമ്മൻചാണ്ടി സാറിന്റെ രാഷ്ട്രീയ ഭാഷ സ്നേഹവും പുഞ്ചിരിയുമാണ്. ആ പാതയിൽ ഷാഫി പറമ്പിലിന് പകുതി ദൂരം സഞ്ചരിക്കാൻ കഴിഞ്ഞാൽ തന്നെ ഷാഫിയുടെ രാഷ്ട്രീയ ജീവിതം സമ്പൂർണ്ണമാകും. ഈ ലോക്സഭാ ഇലക്ഷൻ നൽകുന്ന ഒരു പാഠമുണ്ട്. വെറുപ്പിന്റെയും കൊലയുടെയും രാഷ്ട്രീയം കേരളത്തിൽ അവസാനിച്ചു എന്ന് തന്നെയാണ്. ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ പാതയിലൂടെ ഷാഫിയുടെ ഈ വിജയം മറ്റുള്ള യുവ രാഷ്ട്രീയക്കാർ പിന്തുടരേണ്ടതാണ്.